അവർ സഹോദരനും സഹോദരിയും തമ്മിലുള്ള പ്രശ്നമായിട്ട് കണക്കാക്കിയപ്പോൾ എന്തിനാണ്? കെ മുരളീധരൻ ഇതൊന്നും പറയാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല. അദ്ദേഹം കോൺഗ്രസിനെ ചതിച്ച്, കരുണാകരനെ ചതിച്ച് CPM കൂടെ പോയ ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, CPM കോൺഗ്രസിൻ്റെ പാർട്ടിയായിരുന്ന ഡിക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പിന്നെ NCPയുടെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് മുരളീധരൻ്റെ വാദങ്ങളൊന്നും തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള വാദങ്ങളല്ല. മുരളീധരന് ഇത്തവണ വടകരയിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ അമർഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. പത്മജ ഒരു ഉപാധിയും വെച്ചിട്ടില്ലെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത്? അല്ല, നിങ്ങളെന്തിനാണ് അങ്ങനെ ചോദ്യം? BJPയിൽ വന്നവരാരും പിന്നെ അവർക്കാർക്കും മോഹഭംഗം ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടില്ല. BJPയിൽ വന്നവർക്കെല്ലാം മാന്യമായ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്ത അതിഥികളെ അങ്ങേയറ്റം ബഹുമാനത്തോടെ സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനെ പോലെ CPM പോലെ വരുന്നവരെ കരിവേപ്പില പോലെ വലിച്ചെറിയുന്ന പാർട്ടിയല്ല ഇത്. മോദിയുടെ പാർട്ടിയാണ്. വരുന്നവരെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ആ സംശയം ആർക്കും തന്നെ ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര സംശയങ്ങൾ ഉന്നയിക്കുന്നത്? അത് നിങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട്. നിങ്ങൾക്ക് ഒന്നാമത് ഈ പാർട്ടിയിൽ നടക്കുന്ന ഒരു കാര്യവും അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒരു പാർട്ടിയെ ബീറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഒരു പാർട്ടിയുടെ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ, ആ പാർട്ടിയുടെ ഘടന എന്താണ്, അതിലെന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്, അതിലെ തീരുമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ ഒന്ന് മിനിമം അന്വേഷിച്ച് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വളരെ സമർത്ഥന്മാരായിട്ടുള്ള ആളുകളാണ്. അല്ല, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി. ഒരു പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മിടുക്ക് നിങ്ങൾ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, അവർ പിന്നെ എന്താ പറയുക, പഴയ കാലത്ത് തിരുവനന്തപുരത്തൊക്കെയുള്ള പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കാൻ കഴിയുന്ന അതിസമർത്ഥന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗോസിപ്പുകളുടെ പിന്നാലെ പോകുന്ന മാധ്യമങ്ങളായിട്ട് നിങ്ങൾ മാറുകയാണ്. ദയവായിട്ട് അത് നിങ്ങളെ കരിയറിനെ ബാധിക്കുകയാണ്, ഞങ്ങളെ അതൊരിക്കലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അരമണിക്കൂറിന് വേണ്ടിയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. സത്യം എന്താണെന്ന് കണ്ടുപിടിച്ച് വാർത്തകൾ കൊടുക്കുക. നിങ്ങൾക്ക് നല്ലതാണ്. ചെറുപ്പം 10-35 ആയുള്ളൂ. ഇനി എത്ര കൊല്ലം? അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല. അതിനൊക്കെ ഇഷ്ടംപോലെ മറുപടി പറഞ്ഞു. എല്ലാ ദിവസവും ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നത് ശരിയായ ഒരു മാധ്യമപ്രവർത്തനം. പുതിയ വാർത്തകൾ കണ്ടുപിടിക്കുക, പുതിയ അന്വേഷണങ്ങൾ നടത്തുക. 5 ദിവസം മുമ്പ് അസ്തമിച്ച ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം മാധ്യമപ്രവർത്തനമാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്?